ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദൈവദശകം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകത്തിന് 110 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. മഹർഷിയായ ഒരു കവിയാണ് ഗുരുദേവനെന്ന് ഗുരുവിൻ്റെ കവിതകളൊക്കെയും വിളംബരം ചെയ്യുന്നു. ആ കൃതികളുടെ കൂട്ടത്തിൽ തന്നെ ദൈവദശകം ഒരു താഴികക്കുടം പോലെ ഉയർന്ന് പൊങ്ങി വിളങ്ങി നിൽക്കുന്നു. ദൈവദശകം ഒരു തീർത്ഥയാത്രയുടെ ഇതിഹാസമാണെന്ന് പറയാം. സംസാരസാഗരത്തിൽ നിന്നും ആരംഭിക്കുന്നു. അത് ചൈതന്യസാഗരം, അതായത് നിന്മഹസാമാഴി പ്രാപിക്കുന്നതോടെ അത് ലക്ഷ്യസ്ഥാനമണയുന്നു. ലൗകിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും മനുഷ്യന് ആത്മീയ തേജസ്സിലേക്കുള്ള ഒരു ഉണർത്തുപാട്ടായി മാറുകയാണ് ദൈവദശകം. ലളിതമായ പദങ്ങൾ കോർത്തിണക്കിയ 10 ശ്ലോകങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ. അവയിൽ അലയടിക്കുന്നതോ ഭാവഗരിമയുടെ അനന്ത സാഗരമാണ്. അർത്ഥസമ്പുഷ്ടിയുടെ മഹാമേരുക്കളാണ്. സംസാരസാഗരമാവുന്ന ദുഃഖസാഗരം തരണം ചെയ്യാനുള്ള ആവിക്കപ്പലാണ് ദൈവം അഥവാ ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളെന്ന് ഗുരുദേവൻ വർണ്ണിച്ചിരിക്കുന്നു. ജാതി മത ചിന്തകൾക്ക് അതീതമായി സർവരും ഏക സഹോദരങ്ങളായി വാഴണം എന്ന വിശ്വമാനവിക മന്ത്രം ലോകത്തിനുപദേശിച്ച സ്വാമി തൃപ്പാദങ്ങളുടെ സർവമത പ്രാർത്ഥനയാണിത്. മഹാഗുരു സമാധി മുഹൂർത്തത്തിൽ അവസാനമായി കേൾക്കാൻ ആഗ്രഹിച്ച ഗീതമാണ് ദൈവദശകം. 100-ൽ പരം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഏക മലയാള കവിതയും ഇതുതന്നെ. മതചിഹ്നങ്ങളുടെ കറയേശാത്ത പ്രാർത്ഥനാഗാനമാണ് ഗുരുദേവൻ രചിച്ച ഈ ദൈവദശകം. ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് വൈപ്പിൻ ഇളങ്കുന്നപ്പുഴ സ്വദേശിയായ സിസ്റ്റർ ആശ ജോർജ് തൻ്റെ ഇറ്റാലിയൻ സുഹൃത്തിൻ്റെ സഹായത്താലാണ്. 1924 ആലുവ അദ്വൈതാശ്രമ പുണ്യഭൂവിൽ നടത്തിയ ലോക സർവമത സമ്മേളന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരി മഠം വത്തിക്കാൻ സിറ്റിയിൽ നടത്തിയ ലോകമത പാർലമെൻറ്റ്, അതായത് 2024 നവംബർ 29, 30 എന്നീ തീയതികളിൽ നടത്തിയ ലോകമത പാർലമെൻറ്റിൽ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ശിവഗിരി മഠാധിപതിയുടെയും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരുടെയും മറ്റ് ഇതര രാജ്യങ്ങളിലെ ആത്മീയ ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഈ ദൈവദശകം ആലാപനത്തോടെയാണ് ആ സമ്മേളനം ആരംഭിച്ചത് എന്ന ചരിത്ര സംഭവം ലോകത്തുള്ള സകല ഗുരുദേവ ഭക്തരുടെയും അന്തരംഗം അഭിമാനപൂരിതമാക്കുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അസന്നിഗ്ധമായി പറയാം, അത് മഹാഗുരു എഴുതിയ ദൈവദശകമാണെന്ന്. അത് ശ്രേഷ്ഠമാവാൻ കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ചൊല്ലാവുന്ന ആദ്യത്തെ വരിയാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങു കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവന്തോണി നിൻപദം. കൂടാതെ ദൈവത്തിനോടുള്ള കടപ്പാട് അറിയിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഇതിനേക്കാൾ വലിയ എന്ത് പ്രാർത്ഥനയാണ് ലോകത്തിലുള്ളത്? ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് പോകുന്ന പ്രാർത്ഥന. 1-ാം ശ്ലോകത്തിൽ കൈവിടാതെ ഞങ്ങളെ എന്നും 3-ാമത്തെ ശ്ലോകത്തിൽ തന്നു രക്ഷിച്ചു ധന്യരാക്കുന്ന നീ എന്നും 4-ൽ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്നും 8-ൽ മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളെന്നും
10 ഞങ്ങളാകവേ ആഴണം വാഴണം എന്നും ഉള്ള ഭാഗങ്ങളിൽ ഇത് എൻ്റെ പ്രാർത്ഥനയല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയാണ് എന്ന് കാണാവുന്നതാണ്. ദൈവത്തെ പാടി പുകഴ്ത്തുന്ന 10 പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ് ദൈവദശകം. ഏതു മതത്തിൽപ്പെട്ട ആർക്കും അവനവൻ്റെ ദൈവത്തെ ഇതിലൂടെ വാഴ്ത്തി സ്തുതിക്കാം. ബാലനും വൃദ്ധനും ജ്ഞാനിക്കും അജ്ഞാനിക്കും ഈ കൃതി ഒരുപോലെ ഭക്തിരസം പകരുന്നു. ദൈവ ശബ്ദത്തോടെ ആരംഭിക്കുന്ന ദൈവദശകം സമാപിക്കുന്നത് സുഖ ശബ്ദത്തിലാണ്. പ്രകാശം, ജ്യോതിസ്, സൂര്യൻ, ബ്രഹ്മം തുടങ്ങിയ നിരവധി അർത്ഥമുള്ള ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദൈവം എന്ന പദത്തിൻ്റെ ഉത്ഭവം. എന്താണ് ദൈവം എന്നതിന് ഗുരു തന്നെ ഉത്തരം നൽകുന്നുണ്ട്. നീ സത്യം ജ്ഞാനമാനന്ദം. ഇപ്രകാരമാണ് ഗുരു ദൈവത്തെ വീക്ഷിക്കുന്നത്. ആദി മഗസിൻ നേരാൻ വഴി കാട്ടുന്ന പരമാചാര്യനായ ഗുരുവിനെയാണ് ദൈവദശകത്തിൽ നാം കാണുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ബൈബിളിൽ ദൈവത്തോട് ആവശ്യമുന്നയിക്കുമ്പോൾ എല്ലാം അറിഞ്ഞ് ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് തൃപ്പാദങ്ങൾ ദൈവദശകത്തിലൂടെ പറയുന്നത്. അതാണ് ഈ കൃതിയുടെ ശ്രേഷ്ഠതയും. വയറ് പതപ്പതിനുണ്ട്, കണ്ടതെല്ലാം കയറിമറിഞ്ഞ് മരിച്ചു പോകുന്നതിന് മുൻപായി അവശേഷിക്കുന്ന ആയുസെങ്കിലും ദൈവോപനിഷദുക്തി രഹസ്യം അറിയുവാനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഏർപ്പെടാം. 320 അക്ഷരങ്ങൾ കൊണ്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവദശകത്തിൻ്റെ വൃത്തം അനുഷ്ടുപ്പ്. ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത ഈ ദൈവദശകം പ്രാർത്ഥന അഷ്ടാംഗഹൃദയ വ്യാഖ്യാതാവായിരുന്ന കായിക്കര ശ്രീ VM ഗോവിന്ദൻ വൈദ്യനായിരുന്നു എഴുതിയെടുത്തത്. സമസ്ത ലോകർക്കും എവിടെയും പ്രാർത്ഥിക്കാവുന്ന അതിമഹത്വം സർവാദരണീയവുമായ ദൈവദശകമെന്ന പ്രാർത്ഥന മലയാള ഭാഷയ്ക്ക് നൽകി അനുഗ്രഹിച്ച ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.